ഇന്നൊരു ചിക്കൻ അച്ചാറിൻ്റെ റെസിപ്പി കണ്ടാലോ? ആദ്യം തന്നെ 1 കിലോ ചിക്കനിലേക്ക് വെളുത്തുള്ളി അരച്ചതും ഇഞ്ചി അരച്ചതും ഓരോ സ്പൂൺ വീതം ആഡ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് 2 സ്പൂൺ കുരുമുളക് പൊടിയും 1.5 സ്പൂൺ ഗരം മസാലയും 3 സ്പൂൺ മുളക് പൊടിയും 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 നാരങ്ങയുടെ നീരും കുറച്ച് ഉപ്പും ചേർത്ത് നല്ലോണം മിക്സ് ചെയ്ത് വെക്കാം. ഒരു 1.5-2 മണിക്കൂറെങ്കിലും നമുക്ക് ചിക്കൻ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇനി ഈ റെസ്റ്റ് ചെയ്ത ചിക്കൻ ഒരു പാൻ വെച്ച് എണ്ണ ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നല്ലോണം ഡീപ്പ് ഫ്രൈ ചെയ്ത് വേണം നമുക്ക് എടുക്കാൻ. ഇനി ആ സെയിം ഓയിലിലേക്ക് തന്നെ നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. അതൊന്ന് പൊട്ടിയതിന് ശേഷം നീളത്തിലരിഞ്ഞ ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പിലയും കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് സോട്ടായതിന് ശേഷം അതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഗരം മസാലയും കുറച്ച് കായപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. തീ നല്ലോണം കുറച്ചിട്ട് വേണം നമ്മൾ ഈ പൊടികളെല്ലാം ആഡ് ചെയ്ത് കൊടുക്കാൻ. എന്നിട്ട് ഇതൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം അതിലേക്ക് കുറച്ച് വിനാഗിരി കൂടി ഒഴിച്ചു കൊടുക്കാം. വിനാഗിരി ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് അതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ കൂടി ആഡ് ചെയ്യാം. ഇനി ഇത് നല്ലോണം ഒന്ന് മിക്സ് ആക്കി കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ അച്ചാർ റെസിപ്പി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, ബൈ.